നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 ഫ്രീഡം ടു പ്രാക്ടീസ് പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളതാണ്. ഒരു മതത്തിൽ വിശ്വസിക്കാനും അത് കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. അത് അത് ആർട്ടിക്കിൾ 25 ചെയ്യുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു രാജ്യത്ത്, അതായത് നമ്മുടെ ഈ അവകാശങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിന് തത്തുല്യമായ ഒരു അവകാശമുണ്ട്. ഒരു മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് പോലെ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അവകാശമാണ്. നേരെ മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെയൊക്കെ കാഴ്ചപ്പാട് എന്താണെന്നറിയാമോ? മതമില്ലാത്തവന് പൗരത്വം പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ CAA അമെൻമെന്റ് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് 3 രാജ്യങ്ങളിൽ 3 മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് ഉള്ള 6 മതക്കാർക്ക് മാത്രം അവിടുന്ന് വരുന്നവർക്ക് ഈ പൗരത്വം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായി. പക്ഷേ അതിൽ മതമില്ലാത്തവന് പൗരത്വം കൊടുക്കാനുള്ള ഒരു തീരുമാനമില്ല. അപ്പം നിർബന്ധമായിട്ടും ഒരു ഒരു പൗരത്വത്തിന് വേണ്ടി വേണ്ട ഒരു ഘടകം മതമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് മതരാഷ്ട്രവാദമാണ് ഈ കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഭരണഘടനാ ശില്പികളും അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആളുകളും മഹാത്മാഗാന്ധിയൊക്കെ എടുത്തുള്ള തീരുമാനം ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമായി അതപ്പതിച്ചുകൂടാ, മാറിക്കൂടാ എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇത് മതരാഷ്ട്രത്തിലേക്കുള്ള പോക്കാണ്. മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പൗരത്വം കിട്ടൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ കാരണം. അതിൽ ആപ്പാടെ ഒഴിവാക്കിയേക്കുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മതങ്ങൾ വേണം. മതമില്ലാത്തവനും പൗരത്വം ഇല്ല. ഇതാണ് കാര്യം. അപ്പൊ ഈ മതമില്ലാത്തവരെന്ന് പറയുന്ന അവർ എവിടെ പോകും? ഇന്ന് നമ്മളെ നോക്കണം. ഹാപ്പി കൺട്രീസ് എന്നറിയപ്പെടുന്ന ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, അവിടെ ഒരു പ്രശ്നവുമില്ല. വളരെ സന്തോഷമായിട്ട് ആളുകൾ കഴിയുന്നുണ്ട്. അവിടെ മതത്തിന്റെ അതിപ്രസരമൊന്നുമില്ല. അവിടെ സ്വീഡനിലൊക്കെ മതം 18 വയസ്സിന് മുമ്പ് പഠിപ്പിച്ചാൽ ശിക്ഷ കൊടുക്കുന്ന നാടാണ്, രാജ്യമാണ്. അതേപോലെയായി. പക്ഷെ അവിടെയൊക്കെ ആളുകൾ സന്തോഷത്തോടെ കഴിയുന്നു. ഹാപ്പി ഇൻഡെക്സിൽ വളരെ ഉയരെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി കൺട്രീസ് എന്നറിയപ്പെടുന്ന ഈ രാജ്യങ്ങൾ. അവിടെ അത് മതത്തിന്റെ പിൻബലത്തിലാണോ? അല്ല. അവിടെ മതത്തെ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. 18 വയസ്സിന് മുമ്പ് മതം ആരെയും പഠിപ്പിക്കാൻ പാടില്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്, ഫൈനുണ്ട്. രണ്ടാമത് ഒന്നുകൂടെ ആവർത്തി കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി തുകയാ ഫൈൻ. വലിയ എമൗണ്ടാണ്. പിന്നെ വീണ്ടും അത് ആവർത്തിയ കമ്പൽസറി ആയിട്ട് ജയിൽ ശിക്ഷയാണ്. അപ്പൊ ഈ രീതിയിലൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. മതം വേണ്ടവൻ അവനെ എടുത്തോട്ടെ, വേണ്ടാത്തവനെ മതത്തിലേക്ക് നിർബന്ധിക്കേണ്ട കാര്യം എന്താണ്? അത് വേണ്ട ചിന്തിക്കാൻ. പിന്നെ മതമില്ല, എനിക്കൊരു ജാതിയോ മതമോ ഇല്ല എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ട് എടുത്തുകൂടാ? ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഞാനത് എടുക്കുന്നില്ല, അത് വേറെ കാര്യം. അത് എൻ്റെ സ്വകാര്യതയാണ്. എൻ്റെ മതം, അതിൻ്റെ ആചാരങ്ങൾ എന്ന് പറയുന്നത് തികച്ചും എൻ്റെ സ്വകാര്യതയാണ്. ആ ഒരു കാഴ്ചപ്പാടേ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ വേറൊരാൾ ഇതുപോലെ ആവണം, എൻ്റെ പാതയിലേക്ക് വരണം എന്ന് ഞാൻ വിചാരിക്കരുത്. മതത്തിന്റെ പാതയിലേക്ക് ഒരാവശ്യമില്ല അങ്ങനെ വിചാരിക്കാൻ. അതല്ല ഭരണഘടനയെ പറഞ്ഞേക്കുന്ന പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്. അത് വെളിവാക്കാനേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് വെളിവാക്കാനുള്ള ഒരു അവകാശം എന്നുള്ളത് കഴിഞ്ഞാൽ ആർക്കും ആരെയും പിടിച്ച് മതത്തിൽ ചേർക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മതം ഇഷ്ടമുള്ളവന് അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ. അവന് ഇഷ്ടമുള്ള ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവന് എനിക്ക് ഈ മതം വേണ്ട, എനിക്ക് വേറൊരെണ്ണം മതി എന്ന് തീരുമാനിച്ചാൽ അത് ആ പൗരന്റെ അവകാശമല്ലേ? ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള അവകാശം. അതിനിടെ തടയിടുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തൊക്കെ നടന്നു വരുന്നത്. അങ്ങനെ ആകരുത്. കാരണം നമ്മുടെ സെക്കുലറിസം, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഈ മതത്തിന്റെ അതിപ്രസരം ഒന്നും മാറുന്നില്ല. ഈ മതങ്ങളെന്ന് പറയുന്നത് ഓരോ പൗരന്റെയും സ്വകാര്യതയായിട്ടൊന്ന് കണക്കാക്കണം. അയാൾക്ക് ഒരു മതത്തിൽ നിന്ന് പോയി വേറൊരു മതത്തിലേക്ക് ചേർന്നോട്ടെ. ആരും കുറ്റം പറയാൻ പോകുന്നു അതിന്? അതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി അയാൾ തീരുമാനിക്കാൻ ഞാൻ മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അങ്ങനെ എഴുതി കൊടുത്തേക്കുന്ന ആളുകൾക്ക്, നാസ്തികവാദികൾക്ക് ഒരുപാട് ബന്ധപ്പാടുകൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ റിസർവേഷൻ ഒന്നും കിട്ടത്തില്ല. കാരണം മതത്തിന്റെ അടിസ്ഥാനത്തിലെ റിസർവേഷൻ ഇത് എഴുതിയാൻ കൊടുക്കും. കുറെ കുട്ടികളെ ഞാൻ കണ്ടു, ഒരു മതം വേണ്ട എന്ന് എഴുതി കൊടുത്തേക്കുന്നത്. എനിക്ക് ജാതിയില്ല, മതമില്ല. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പന്റെ നാടാണ് നമ്മുടേത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോ, അത് കഴിഞ്ഞപ്പോ അതിന്റെ വലിയ അബദ്ധവും അപകടവും മതത്തിൻ്റെത് മനസ്സിലാക്കിയിട്ട് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയി ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, നമ്മുടെ സഹോദരൻ ഇതുപോലാണ് പറഞ്ഞേക്കുന്നത്, ഇങ്ങനെ
ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പം ഗുരു പറഞ്ഞതിന് വിരുദ്ധമായ രീതിയിലാണല്ലോ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, സഹോദരൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സഹോദരന്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവം ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാട് അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കാണുന്ന ദൈവമല്ല. ഇവിടെ ശിലാസങ്കല്പ രൂപത്തിലുള്ള ഒരു ദൈവവിശ്വാസം ആയിരുന്നില്ല ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നത്, മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അവരൊക്കെ ദൈവ വിശ്വാസികളെന്ന് തന്നെ പറയണം. മഹാത്മാഗാന്ധി പറഞ്ഞത് അത് അദ്ദേഹം ഉപമിച്ചത് മുസ്ലിമിനോടാണ്. അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു എന്നുള്ള നാമം ഉച്ചരിക്കുമ്പോൾ ഒരു മുസ്ലിമിനുണ്ടാകുന്ന വികാരവും അതേ സന്തോഷവും ആണ് എൻ്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച്, രാമനെ കുറിച്ചുള്ള സങ്കല്പം. അതായത് ഒരു ഏകദൈവ വിശ്വാസം പോലാണ് അദ്ദേഹം അത് കൊണ്ടുനടന്നത്. ഇങ്ങനെ ഒന്ന് വിശ്വസിച്ചാൽ എന്താ തെറ്റ്? ഇതുകൊണ്ട് എന്താ തെറ്റ്? അതായത് രാമൻ എന്ന് പറയുന്നത് സത്യത്തെ മുൻനിർത്തി പിടിക്കാനും ധർമ്മത്തെ മുൻനിർത്താനും ഒക്കെ ഉള്ള ഒന്നാണെങ്കിൽ അതല്ലേ ദൈവം. അല്ലാതെ ശത്രുവിനെ നിഗ്രഹിക്കാനും അതിനുവേണ്ടി മാത്രം ഇറങ്ങുന്ന രാമനാണോ വേണ്ടത്? അല്ലല്ലോ. ആ ഒരു കാഴ്ചപ്പാടാകരുത്. നമുക്ക് മഹാത്മാഗാന്ധിയുടെ രാമൻ, അതാണ് നമുക്ക് വേണ്ടത്. ആ ദൈവം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അതാണ് ദൈവം, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായിരിക്കണം. ആ മനസ്സിൽ ഓരോ മനുഷ്യനിലും ഇത് അടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ തത്വമസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ തന്നെ ഉള്ളത്. അപ്പൊ നമ്മളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. തിരിച്ചറിയണം, തിരിച്ചറിവിന്റെ കാലമാകണം ഇത്. വെറുപ്പിന്റെ ഒരു രീതിയിലേക്ക് മതം അതപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് മതപരിവർത്തനം ഒരാൾക്ക് വേണമെങ്കിൽ അയാൾ പോയി ചെയ്തോട്ടെ, അതിനിവിടെ എന്താ എതിർപ്പ്? അയാൾ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വല്ല അർത്ഥമുള്ള കാര്യമാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 25 നഗ്നമായ ലംഘനമാണ് അതിനെ തടയുക എന്ന് പറയുന്നത്. അയാൾക്ക് മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 25 നമുക്ക് തിരിച്ചറിയാം. അതൊരു മനുഷ്യന്റെ അവകാശമാണ്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25 ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ തുക നോക്കുകയാണെങ്കിൽ, ഒരു മതത്തിൽ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ഈ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഓരോ ഭാരതീയൻ്റെയും ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിലേക്കായിരിക്കണം നമ്മുടെ മുൻകുത്തൂക്കം, അതിനാണ് ആയിരിക്കണം കൊടുക്കേണ്ടത്.